ഇന്നത്തെ വീഡിയോയിൽ മെട്രിസസ് എന്ന ചാപ്റ്ററിലത്തെ എക്സസൈസ് 3.4 ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ് ക്വസ്റ്റ്യൻ നമ്പർ 14 കഴിഞ്ഞ വീഡിയോസിലും ഇതേപോലെ കുറച്ച് പ്രോബ്ലംസ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സിനെ ബേസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. ഒപ്പം തന്നെ ചാനലും ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യാം. ഇനി ഈ പ്രോബ്ലത്തിലോട്ട് കിടക്കാം. അതായത് ഇവിടെ ഒരു മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. ആ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എന്ത് യൂസ് ചെയ്തിട്ടാണ്? എലമെൻ്ററി ട്രാൻസ്ഫർമേഷൻ യൂസ് ചെയ്തിട്ടാണ് മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ രണ്ട് മെത്തേഡ്സ് ഉണ്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ. ഒന്ന് റോ ഓപ്പറേഷനും സെക്കൻഡ് വൺ കോളം ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ? തന്നിരിക്കുന്ന മെട്രിക്സിനെ ക്യാപിറ്റൽ എ ആയിട്ട് നമ്മുടെ ഡിനോട്ട് ചെയ്യാം. തന്നിരിക്കുന്ന മെട്രിക്സിനെ ക്യാപിറ്റൽ എ ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഇവിടെ റോ ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ടാണ് പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. റോ ഓപ്പറേഷൻ ആണെങ്കിൽ കണ്ടീഷൻ എന്താണ്? ക്യാപിറ്റൽ എ ഈക്വൽ ടു ഐ എ ആണ്. ക്യാപിറ്റൽ എ ഈക്വൽ ടു ഐ എ. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റിലുള്ള എ തന്നിരിക്കുന്ന മെട്രിക്സ് ആണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. 2 1 4 2 എന്ന് എടുക്കാനായിട്ട് സാധിക്കും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എ എന്ന മെട്രിക്സ് തന്നിരിക്കുന്ന മെട്രിക്സ് ആണ്. ഐ എന്തായിരിക്കണം? 1 0 0 1 ആണ്. ഇൻറ്റു ക്യാപിറ്റൽ എ ആയിരിക്കും. ഇനി ഇവിടെ ലെഫ്റ്റിലുള്ള എ എന്ന മെട്രിക്സിനെ ഏതിലേക്ക് ചേഞ്ച് ചെയ്യണം? ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സിലേക്ക് ചേഞ്ച് ചെയ്യണം. എന്നാലേ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഫോം എന്താണ്? 1 0 0 1 ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്ന മെട്രിക്സ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് എലിമെൻറ്റ് 2ഉം ഐഡൻറ്റിറ്റി മെട്രിക്സിൽ 1 ആണ് നിൽക്കുന്നത്. അപ്പോൾ ഈ 2 എന്ന നമ്പറിനെ നമുക്ക് എന്തായിട്ട് മാറ്റണം? 2 എന്ന നമ്പറിനെ 1 ആയിട്ട് മാറ്റണം. അതിനായിട്ട് എന്ത് ചെയ്താൽ മതി? 2 × 1/2 ചെയ്താൽ മതി. 2 ക്യാൻസൽ ചെയ്താൽ 1ന് ഈക്വലായി. പക്ഷേ ഈ 2 എന്ന നമ്പർ എവിടെയാണ് നിൽക്കുന്നത്? R1ലാണ്. R1 ആണ്. ഇവിടെ R2 എന്ന് എഴുതാം. അതായത് R1ലുള്ള എല്ലാ എലമെൻറ്റ്സും അതനുസരിച്ച് ചേഞ്ചസ് വരുത്തണം. കണ്ടീഷൻ എന്തായിരിക്കണം? R1 ചേഞ്ചസ് ടു 1/2 ഇൻറ്റു R1 എന്ന് എഴുതാം. കാരണം ഇവിടെ R1ൻ്റെ പ്ലേസിൽ 2 കൊടുത്തു കഴിഞ്ഞാൽ 1/2 ഇൻറ്റു 2 എന്ത് വന്നു? 1 ആണ്. അതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഓരോ എലമെൻറ്റ്സ് കൊടുത്ത് നോക്കാം. ഫസ്റ്റ് എലമെൻറ്റ് ഇവിടെ 2 ആണ്. 2 ചേഞ്ചസ് ടു 1/2 ഇൻറ്റു 2. 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1 വരും. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് ഇവിടെ 1 ആണ്. R1ൽ 1 കൊടുത്തു. 1 ചേഞ്ചസ് ടു 1/2 ഇൻറ്റു 1. ദാറ്റ് ഈക്വൽ ടു എന്ത് കിട്ടി? 1/2 ആണ്. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് ഇവിടെ ഏതാണ്? 1 ആണ്. R1ൻ്റെ പ്ലേസിൽ 1 കൊടുക്കാം. 1/2 ഇൻറ്റു 1. ദാറ്റ് ഈക്വൽ ടു എഗെയിൻ 1/2 എന്ന് കിട്ടി. ഇനി ലാസ്റ്റ് എലമെൻറ്റ് ഇവിടെ എന്താണ്? 0 ആണ്. 0 ചേഞ്ചസ് ടു 1/2 ഇൻറ്റു 0. ദാറ്റ് ഈക്വൽ ടു എന്ത് കിട്ടി? 0 ആയിരിക്കും. അപ്പോൾ R1ലുള്ള എല്ലാ എലിമെൻറ്റ്സിനും ഇവിടെ ചേഞ്ചസ് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഫസ്റ്റ് റോ നോക്കാം. 2 1 ആണ്. 2ൻ്റെ പ്ലേസിൽ ഇവിടെ 1ഉം 1ൻ്റെ പ്ലേസിൽ ഇവിടെ 1/2ഉം കൊടുക്കാം. 2ൻ്റെ പ്ലേസിൽ 1ഉം കൊടുത്തു. 1ൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? 1/2 ആണ്. സെക്കൻഡ് റോ 4ഉം 2 ആണ്. അതങ്ങനെ തന്നെ നമുക്ക് എഴുതാം. ഇനി ദാറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള മെട്രിക്സിൽ ഫസ്റ്റ് റോ 1 0 ആണ്. 1ൻ്റെ പ്ലേസിൽ 1/2ഉം 0ൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? 0 എന്നും കൊടുക്കാം. അപ്പോൾ 1/2 0 എന്ന് വന്നു. സെക്കൻഡ് റോ എന്തായിരിക്കണം? 0 1 ആണ്. സെക്കൻഡ് റോ 0 1 ഇൻറ്റു ക്യാപിറ്റൽ എ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ? 1 എന്ന എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 എന്ന എലമെൻറ്റിനെ അവിടെ 0 ആക്കണം. അപ്പോൾ ഈ 4 എന്ന എലമെൻറ്റ് 0 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 4ന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ 4 നിൽക്കുന്നത് R2ലാണ്, നെക്സ്റ്റ് R1 ആണ്. അതായത് 4 എന്ന എലമെൻറ്റിനെ 0 ആക്കണമെങ്കിൽ 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1 എന്ന എലമെൻറ്റ് 4 ആവണം. അതായത് 1 × 4 ചെയ്താൽ മതി. അതിനുശേഷം രണ്ടും കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 എന്ന് കിട്ടും. R2ലത്തെ ആ എലമെൻറ്റിന് 0 എന്ന് കിട്ടും. അപ്പോൾ കണ്ടീഷൻ എന്താണ് വരേണ്ടത്? 4 എന്ന എലമെൻറ്റ് R2ലത്തെ എലമെൻറ്റും 1 എന്ന എലമെൻറ്റ് R1ലത്തെ എലമെൻറ്റാണ്. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 മൈനസ് 4 R1 എന്ന് എഴുതിയാൽ മതി. അതായത് R2ൻ്റെ പ്ലേസിൽ 4 എന്ന് കൊടുക്കാം. മൈനസ് 4 ഇൻറ്റു R1ൻ്റെ പ്ലേസിൽ 1 ആണ് വരാം. ദാറ്റ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കണ്ടീഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ R2ലത്തെ ഇവിടെ എല്ലാ എലമെൻറ്റ്സിനും ചേഞ്ചസ് വന്നു. ഫസ്റ്റ് എലമെൻറ്റ് ഇവിടെ 4 ആണ്.
4 ചേഞ്ചസ് ടു R2ൻ്റെ പ്ലേസിൽ 4 കൊടുക്കാം മൈനസ് 4 ഇൻറ്റു 4ന് കറസ്പോണ്ടിങ് ആയിട്ട് R1ത്തെ എലമെൻറ്റ് ഏതാണ് 1 ആണ്. 4 മൈനസ് 4 ദാറ്റ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് ഇവിടെ R2ൽ ഏതെടുക്കാം 2 ആണ്. 2 ചേഞ്ചസ് ടു 4 മൈനസ് R2ൻ്റെ പ്ലേസിൽ 2 മൈനസ് 4 ഇൻറ്റു R1ൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം, ഇവിടെ 2 എന്ന എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് R1ൽ വന്നിരിക്കുന്ന എലമെൻറ്റ് 1/2 ആണ്. ഇൻറ്റു 1/2 എന്ന് കൊടുക്കാം. അപ്പോൾ 4 2ൽ 2 ടൈംസ് വരും, അതായത് 2 മൈനസ് 2 ദാറ്റ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് R2ൽ ഏതാണ് 0 ആണ്. അപ്പോൾ 0 ചേഞ്ചസ് ടു R2ൻ്റെ പ്ലേസിൽ 0 കൊടുക്കാം 0 മൈനസ് 4 ഇൻറ്റു ഈ 0ന് കറസ്പോണ്ടിങ് ആയിട്ട് R1ത്തെ എലമെൻറ്റ് ഏതാണ് 1/2 ആണ്. 0ന് കറസ്പോണ്ടിങ് ആയിട്ട് R1ൽ 1/2 ആണ്. 1/2 കൊടുത്തു, ദാറ്റ് ഈസ് 4 2ൽ 2 ടൈംസ് കിട്ടും. അപ്പോൾ ദാറ്റ് ഈക്വൽ ടു -2 ആണ് ആൻസർ കിട്ടുക. ഇനി ഇവിടുത്തെ R2ത്തെ ലാസ്റ്റ് എലമെൻറ്റ് 1 ആണ്. 1 ചേഞ്ചസ് ടു 1 മൈനസ് 4 ഇൻറ്റു 1ന് കറസ്പോണ്ടിങ് ആയിട്ട് R1ത്തെ എലമെൻറ്റ് 0 ആണ്. ദാറ്റ് ഈക്വൽ ടു എന്താണ് ആൻസർ കിട്ടുക 1 കിട്ടി. അപ്പോൾ R2ത്തെ എല്ലാ എലമെൻസിനും ഇവിടെ ചേഞ്ചസ് വന്നു. R1 അത് തന്നെ 1/2 എന്ന് എഴുതാം. R2ൽ 4 2 ആണ് നിൽക്കുന്നത്. 4ൻ്റെ പ്ലേസിൽ 0 എന്നും കൊടുക്കാം, 2ൻ്റെ പ്ലേസിൽ 0 എന്നും കൊടുത്തു. ദാറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ R1ൻ്റെ പ്ലേസിൽ 1/2 0 എന്ന് കൊടുക്കാം. R2ൻ്റെ പ്ലേസിലോ 0 1 ആണ്. അപ്പോൾ 0ൻ്റെ പ്ലേസിൽ -2ഉം 1ൻ്റെ പ്ലേസിൽ 1ഉം കൊടുക്കാം. -2 1 ഇൻറ്റു എന്ത് വരും ക്യാപിറ്റൽ A. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് R2ൽ 2 എലമെൻസും എന്തെന്നെ വന്നു 0 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ R2ൽ 2 എലമെൻറ്റ്സ് 0, R1ൽ 2 എലമെൻറ്റ്സ് 0, അല്ലെങ്കിൽ കോളത്തിൽ എല്ലാ എലമെൻറ്റ്സും 0 വന്നു കഴിഞ്ഞാൽ A ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എ എന്ന മെട്രിക്സിന് A ഇൻവേഴ്സ് അവിടെ ഉണ്ടായിരിക്കില്ല. അതാണ് ഈ ഒരു ആൻസറിൻ്റെ പ്രത്യേകത. ഇനി ബാക്കിയുള്ള പ്രോബ്ലംസ് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്